പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം. ശിക്ഷണം ഇഷ്ടപ്പെടുന്നവന് വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്, ശാസ്ത്രം വെറുക്കുന്നവൻ മൂഢനത്തെ. തമ്പുരാന്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണടയ്ക്കാം. ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, നീ തന്നെ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ തമ്പുരാനെ നീ തന്നെ ഞങ്ങളെ ശാസിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ രീതിയിൽ ശിക്ഷണത്തിലൂടെ വഴി നടത്തണമേ. ഈശോ പ്രാർത്ഥിക്കാം. ചെയ്തു പോയ പാപങ്ങളെല്ലാം ഓർത്ത് നല്ല തമ്പുരാന്റെ മുമ്പിൽ നമുക്കൊരു നിമിഷം മനസ്സിലാക്കാം. സ്നേഹനിധിയായ ദൈവത്തിന്റെ അനുഗ്രഹം ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും തരണമേ. ഈശോ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ ഈശോ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും തമ്പുരാന്റെ മുമ്പിൽ അനുഗ്രഹമായി തീരണമേ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ വിശുദ്ധരെ സന്തോഷത്തോടെ നല്ല തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് പ്രത്യേകിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീരാം ഒരുവനുടെ ബലി അർപ്പിക്കാം. സംപൂജ്യമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണ് മധുരമാം ദിവ്യനാമ കീർത്തനം. ശാന്തി കാൺമലയും കൈവഴുന്നുരങ്ങിൽ ഭുവനദുഃഖമുക്തിയും ഭയമിയെന്ന മാനവർ ശാന്തി തേടിടുന്നിട തന്നിലെന്നും ആകുല
സഭയിൽ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അനന്തകാലത്തിലേക്കും സ്തുതിയാമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഈശോ പ്രതികരിച്ചു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ രക്ഷിക്കുന്നവരാക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന
മരണമില്ലാതിരിക്കുന്ന കാലത്ത് നിത്യജീവനും ഈശോ സത്യമായി നമ്മൾ പറയുന്ന വചനങ്ങൾ പറഞ്ഞാണ് ഈശോ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും മറ്റെല്ലാം നിങ്ങൾ രക്ഷിക്കുമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ 100 ഇരട്ടിയായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നത് നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അന്തിമ ജീവിതത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമ്മുടെ ഭാവി സ്വപ്നങ്ങളെ ചേർത്ത് വെച്ചാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ വേദനകളും ചേർത്ത് വയ്ക്കാറുണ്ട്. ഈശോ പറയുന്നു, നിന്റെ വ്യക്തി ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം നിന്റെ കുടുംബം, നിന്റെ മാതാപിതാക്കൾ, നിന്റെ മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രങ്ങൾ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള 100 ഇരട്ടിയായ പ്രതിഫലം നിങ്ങൾ ലഭിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പീഡനങ്ങൾ ഉണ്ടാകും. അത് രണ്ടും ചേരുമ്പോൾ നിങ്ങൾ നിത്യജീവനിലേക്ക് അത് വഴി തുറക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം. ഈശോയെ പ്രതി, ഈശോ തന്നെയായ സുവിശേഷത്തെ പ്രതി നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ നിങ്ങൾ ആരിലേക്ക് ചേർത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചേർത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. എന്നാൽ ക്രിസ്തുവില്ലാത്ത ജീവിതങ്ങളൊക്കെ, ഓടുന്ന ഓട്ടപ്രദർശനങ്ങളൊക്കെ അവസാനം എത്തിച്ചേരുന്നത് വേദനകളിലും നഷ്ടസ്വപ്നങ്ങളിലും അസ്വസ്ഥതകളിലും മാത്രമായിരിക്കും. ക്രിസ്തുവിലേക്ക് ചെയ്യുവാനായിട്ട് പലപ്പോഴും നമുക്ക് അസ്വസ്ഥതകളുണ്ട്. നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ചിട്ട് ദൈവത്തിലേക്ക് ചെയ്യുവാനായിട്ട് പലപ്പോഴും നമുക്ക് അത് ചിന്തിക്കാറില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഒന്ന് കൂട്ടിച്ചേർത്ത് വിളിച്ച് നോക്കിക്കേ. ദൈവത്തോട് ഒന്ന് ആലോചന ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കിക്കേ. ഒന്ന് പരീക്ഷണമാവാം, പക്ഷേ അത് അനുഗ്രഹമാകും. ആത്മാർത്ഥതയുള്ള ദൈവത്തിന് മുമ്പിലുള്ള പിടിവാശികളൊന്നും ഇന്നേ വരെ വൃഥാവിലായിട്ടില്ല എന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ പലരുടെയും സാക്ഷ്യങ്ങളായി നമ്മുടെ അടുത്തുണ്ട്. ചിന്തിച്ചു നോക്കണം. ദൈവം പറഞ്ഞതൊന്നും ഇന്നേ വരെ സംഭവിക്കാതിരിക്കില്ല. തിരുവനന്തപുരത്തിൽ കവലാൻ ചേർത്ത് വെച്ചതൊന്നും ഇന്നേ വരെ ലോകം കാണാതിരിക്കുന്നില്ല. ദൈവം പറഞ്ഞ വചനം നിന്നെ കുറിച്ചാണെങ്കിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാകും. ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കുടികൊള്ളും. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ജീവിതങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പതിയിറങ്ങുമ്പോൾ മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോൾ 100 ഇരട്ടി പ്രതിഫലവും സ്വർഗ്ഗരാജ്യവും നിനക്ക് തരും എന്ന തമ്പുരാന്റെ വചനം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അതിവിശ്വസിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നിനക്ക് വേണ്ടത് ലോക സൗഭാഗ്യങ്ങളാണ്, അതോ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ ലോക സൗഭാഗ്യങ്ങൾക്കൊപ്പം നിത്യജീവനം നീ ആഗ്രഹിക്കുമ്പോൾ ചിന്തിച്ച് നോക്കിക്കൊണ്ട് അനുഗ്രഹമാകണേ തമ്പുരാനെ. ഈ വ്യക്തി ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്ന ആഗ്രഹത്തോടെ തമ്പുരാൻ പൂർത്തീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷേത്രത്തിൽ
പരിശുദ്ധാത്മാവായ സർവേശ്വരനായ നമ്മുടെ പിതാവായ തന്റെ സ്തുതികൾ ആലപിക്കുവാൻ ശക്തിയാകട്ടെ. വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അവയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ സ്ത്രീയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. നിങ്ങൾ ആഗ്രഹപരമെന്ന് ഉടനീക്ഷിക്കപ്പെടുകയും സൂക്ഷിച്ചുവീക്ഷിക്കുകയും ചെയ്യപ്പെടുന്നു. രോഗത്തിന്റെ മാധ്യസ്ഥ വഴി സമാധാനം സ്വപ്നമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണോത്സവത്തിലേക്ക് എത്തി വിശുദ്ധരായി ഏകാഗ്രതയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് വരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ
അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്ത്രീകളാ എല്ലാ സൃഷ്ടികളിൽ നിന്ന് പോഴ്ചരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അവരുടെ സ്ഥലത്തെയും സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവർക്ക് കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ ആയിരങ്ങളും മഹോന്നതനായ കുമ്പിടരാധിക്കുന്നു. ശക്തിമയമാരും അരൂപികമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധമായ ശ്രാപ്യമാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലൂടെ സ്തുതിച്ചുകൊണ്ട് അവർ ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗീയങ്ങളോടുകൂടെ സമർപ്പിക്കുന്നു. അങ്ങേ മറഞ്ഞിരിക്കുന്ന പ്രസാദം അങ്ങയുടെ സദൃശം അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിഷ്ഠായമായ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോട് സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യാദിദാസന്റെ ലോകം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയും ആത്മാവോടുമായ ശരീരത്തോടുകൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്വയം ജാതനായി നിയമത്തിനെതിരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തലയിൽ പിടിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ വരുത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിട്ടപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളുടെ നമ്മെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതിനും അത്ര വലിയമാണ് നീ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ നിയോഗത്തിലും നൽകിയിരിക്കുന്നത്. നിന്റെ ജീവിതജീവനങ്ങളെ പങ്കുവരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതോടെ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധി പ്രകാശമായി ഞങ്ങളുടെ ശത്രുക്കളെ പ്രകാശമാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സ്വന്തമായ മഹത്വമണിയുകയും ചെയ്തു. നീ നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ സഭയുടെ പിതാവായ എല്ലാ പ്രവാചകന്മാരെയും രക്തസാക്ഷികളുടെയും മന്ത്രിയുടെയും ബഹുമാനത്തിന്റെയും ക്ലേശത്തിലും രോഗികളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടിയും അങ്ങയുടെ ഈ ദൈവത്തിന് വേണ്ടിയും ഇവിടെ വ്യക്തമായ എല്ലാ പ്രാർത്ഥനയും വേണ്ടിയും
ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ആരെല്ലാം എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു, ആരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്കെല്ലാവർക്കും വേണ്ടിയും ഈ പരിശുദ്ധമായ വ്യക്തിപരമായി സമർപ്പിച്ചിരിക്കുന്ന ഓരോ യോഗത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. നിർമ്മലവും വിശുദ്ധമായ ഈ ബലിപീഠത്തിലെ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാസനത്തിൽ ദൈവമാതാവായിരിക്കാവുന്നതിന്റെയും അങ്ങയുടെ ദിവസങ്ങളിൽ സംവദിച്ചു കിടത്തിയ നീതിമാന്മായ വിശുദ്ധമായ എല്ലാ പിതാക്കന്മാരുടെയും പാദസ്മരണ അങ്ങയുടെ അവതനവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അന്ന് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവനും അങ്ങയുടെ പ്രിയപ്പെട്ടനായ ഈശോമിശിഹായെ അങ്ങ് ഐശ്വര്യവും ഉപവാസങ്ങളും പരിപാടിയുടെ ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാണ് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹിതന്മാർ, രക്തസാക്ഷികൾ, മന്ത്രിമാർ, വേദപാരകന്മാർ, മിത്രന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരും വിശുദ്ധമാവതീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുതലും പരിശുദ്ധ എല്ലാവർക്കും ആവശ്യമായ ആരോഗ്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചതും എല്ലാം മനുഷ്യമായിട്ട് കർത്താവെ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസനും അങ്ങ് നൽകിയ മാർഗ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ ദിവസത്തിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാമരക്ഷകനായ യേശുമിശിഹായുടെ അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യം തരുന്ന എന്നോട് ദയതോന്നണമേ. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ യേശുമിശിഹായെ നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരൻ
കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സർവ്വശുദ്ധം സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് നൽകിയ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും പ്രസന്നവദനം നിഷ്കളങ്കമായി വ്യാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ ആത്മാവോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നാം പ്രകീർത്തിക്കുവിൻ. സ്വർഗ്ഗത്തിലെ സ്തുതിയായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന വിശ്വസിക്കുന്ന കൃപാവരം അവിടുത്തെ കാരുണ്യം നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സഭയുടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ ക്ഷണിക്കുന്നു.
സർവേശ്വരാ എന്നേക്കും. മനുഷ്യരുടെ പ്രതീക്ഷയായ സഹായ പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടകളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളായ ദാനമായിട്ടുള്ളവരെ സകലത്തിന്റെയും നാഥായ എന്നേക്കും. ജീവൻ നൽകും ദൈവികമാ പരിപാവനമേ പരിമഴിയായി നാദസ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലിം നഗരത്തിൽ മാലാഖമാരുത്തുവരം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവരുടെ തലയിലും നാഥൻ വരനിരസുരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിഗണനയെ സസ്യേ എല്ലാവരുടെയുമായ നല്ല ദിവസം ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായ രീതിയിൽ ഈശോ സഹായിക്കാൻ